Good afternoon. Good afternoon, Miss. Good afternoon. Good afternoon, teacher. All. പ്രയർ ചൊല്ലുന്നത് ഞാനാണ്. എൻ്റെ പേര് അനിതയാണ്. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ഈ കലാലയം നമുക്ക് നിത്യവും വസിച്ചിടാൻ എത്രയും അനുജ്ഞമായി സുഖേകമായി ഭവിക്കണം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. താങ്ക് യു. നന്നായിട്ടുണ്ട് കേട്ടോ, നല്ല വോയിസ്. Sign in Paratam. Good afternoon, respected teacher and my dear friends. My name is Ramya A. I got an opportunity to sign in. It's a pleasure to welcome my dear Abarna Miss and my dear friends. Thank you all for joining us here. Once again, I welcome you, all of you. Thank you. Thought of the day, Nana. Why always girls want to understand everyone and save the bonds? They also need someone to understand them and try hard to let them not go. ഓക്കെ, അപ്പോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തത് അല്ലേ? അതെ. മാം, നിങ്ങളുടെ സ്ക്രീൻ ഭയങ്കര സൂം ആയിട്ടുണ്ട്. ഒന്ന് സ്ക്രീൻ അതെ, ക്ലിയർ അല്ല കാണാനായിട്ട്. ഒരു ബ്ലറിഷ് മാതിരിയായിട്ടാ. നോക്കട്ടെ, ജസ്റ്റ് ഒരു മിനിറ്റ്. ഇപ്പോഴോ ഓക്കെ ആണോ? ഓക്കെ. നമ്മള് സെമിനാർ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അതെ, പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് പേര് കഴിഞ്ഞു. ഓക്കെ. അപ്പൊ ഓരോരുത്തരും ചെയ്യാനുള്ളവര് പേര് മെസ്സേജ് അയക്കുകയാണെങ്കിൽ അവരെ പിൻ ചെയ്യായിരുന്നു. റെഡി ആയിട്ടുള്ളവര് ഈ കറക്റ്റ് ആയിട്ട് ഓർഡർ വിളിക്കുകയും ചെയ്യായിരുന്നു. ജിൻസി മുതൽ സ്റ്റാർട്ട് ചെയ്യണം. 1 മിനിറ്റ് കേട്ടോ. ജിൻസി ഉണ്ടോ ആള്? ഞാൻ ADHD പറഞ്ഞായിരുന്നു. ADHD ട്രീറ്റ്മെന്റ് പറഞ്ഞ് തീർത്തില്ലായിരുന്നു. അപ്പോഴേക്കും ചിക്കൻ ഗുനിയ സ്റ്റാർട്ട് ചെയ്ത ടൈം ആയതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്തായിരുന്നു. ജിൻസി സ്റ്റാർട്ട് ചെയ്തോട്ടാ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ ഓർഡർ നോക്കാം. ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നേ ജിൻസി പറയുന്നത്. ഓക്കെ മിസ്, അത് ADHD കണ്ടിന്യൂ ചെയ്യണോ അല്ലെങ്കിൽ ADHD ചിക്കൻ ഗുനിയ? കംപ്ലീറ്റ് ആയില്ലല്ലോ. അതില് ട്രീറ്റ്മെന്റ് പറഞ്ഞില്ലായിരുന്നു. ട്രീറ്റ്മെന്റ് കോംപ്ലിക്കേഷൻസും പറയണായിരുന്നു. ഓക്കെ, ഓർമ്മയുണ്ടല്ലോ ADHD-നെ കുറിച്ചിട്ട് പറഞ്ഞതൊക്കെ? ടീച്ചർ റിപ്പീറ്റ് ചെയ്യണോ? വേണ്ടത് ADHD അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ ആണ്. ഇത് കോസസ്
ഇതുവരെ ക്ലിയർ അല്ല. ദ എക്സാക്ട് കോസ് ഇസ് നോട്ട് ക്ലിയർ. റിസർച്ച് എഫേഴ്സ് ബസ് ആക്ച്വലി സെക്കൻഡ് ഞാൻ ബസ്സിലാണ് ഞാൻ ട്രാവൽ ചെയ്യുവാണ് ബസ്സിലാണ്. ആളോട് പറഞ്ഞോളാം. ഓക്കെ മിസ്. ശരി. വിദ്യ പ്രസന്റ് ചെയ്തോടാം. Okay, ma'am. Good afternoon, everyone. Today, I will be presenting a seminar on eczema, a common skin condition characterized by inflammation and itching. In this session, we will explore its causes, symptoms, treatments, and the various ways to manage it effectively. Eczema. Eczema is a very common skin problem. The most common form of eczema is called atopic dermatitis. വളരെ കോമൺ ആയിട്ട് കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു സ്കിൻ പ്രോബ്ലം ആണ് എക്സിമ. എക്സിമയുടെ ഏറ്റവും സാധാരണ രൂപത്തെ വിളിക്കുന്ന പേരാണ് അറ്റോമിക് ഡെർമറ്റൈറ്റീസ്. Atomic dermatitis often begins in infancy, affecting about 50% to 20% of children. It usually improves as the child grows older and may go away by school age or puberty. അറ്റോമിക് ഡെർമറ്റൈറ്റീസ് പലപ്പോഴും ശൈശവാവസ്ഥയിൽ ആരംഭിക്കുകയും അതുപോലെ തന്നെ ഏകദേശം 15% മുതൽ 20% വരെ കുട്ടികളെ ബാധിക്കുകയും ചെയ്യുന്നു. Some children with atopic dermatitis may have more chronic long-term diseases. കുട്ടികൾ വളരുംതോറും ചിലപ്പോൾ ഇത് കൂടാനും അല്ലെങ്കിൽ സ്കൂൾ പ്രായത്തിൽ പ്രായപൂർത്തിയാവുമ്പോഴോ അല്ലെങ്കിൽ ആ സമയത്ത് രോഗാവസ്ഥ മാറുകയും ചെയ്യും. ചിലപ്പോൾ കുട്ടികൾക്ക് ഇത് വിട്ടുമാറാതെ ദീർഘകാലം ഉണ്ടാവാം, ചിലപ്പോൾ ഇത് മാറുകയും ചെയ്യാം. അപ്പൊ പലതരത്തിലുള്ള എക്സിമ ഉണ്ട്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എക്സിമ. കോണ്ടാക്ട് ഡെർമറ്റൈറ്റീസ്, skin reaction from contact with irritants or allergens causing rashes or blistering. ഇപ്പൊ കോണ്ടാക്ട് ഡെർമറ്റൈറ്റീസ് എന്ന് പറയുന്നത് സോപ്പുകൾ, കെമിക്കൽസ് അങ്ങനെയുള്ള വസ്തുക്കളായിട്ട് സമ്പർക്കം പുലർത്തുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പൊ അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കൾ, മെറ്റൽസ്, ഫ്രാഗ്രൻസ് അങ്ങനത്തെ ഉള്ള വസ്തുക്കളായിട്ട് ഇടപഴകുമ്പോഴോ ചർമ്മത്തിലൊരു തിണർപ്പോ അല്ലെങ്കിൽ പൊള്ളൽ പോലത്തെ അവസ്ഥ ഉണ്ടാവും. അതിനെയാണ് കോണ്ടാക്ട് ഡെർമറ്റൈറ്റീസ് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത് വരുന്നതാണ് നമ്മുലാർ എക്സിമ അല്ലെങ്കിൽ ഡിസ്കോയിഡ്. നമ്മുലാർ എക്സിമ ഓർ ഡിസ്കോയിഡ് കോസസ് ഡിസ്റ്റിങ്ക്റ്റ് coin shaped itchy patches often on the arms, legs, frequently triggered by dry skin. അതായത് വരണ്ട ചർമ്മം മൂലം ഉണ്ടാകുന്ന പലപ്പോഴും കൈകളിലോ അല്ലെങ്കിൽ കാലുകളിലോ നാണയത്തിന്റെ ആകൃതിയിലുള്ള ചൊറിച്ചിൽ പാടുകൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് നമ്മുലാർ എക്സിമ എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് സെബോറിക് ഡെർമറ്റൈറ്റീസ്. Seborrheic dermatitis causes oily, scaly patches on areas rich in oil glands such as scalp, face, chest. തലയോട്ടി, മുഖം അല്ലെങ്കിൽ നെഞ്ച് പോലുള്ള ഗ്രന്ഥികളിൽ അതായത് എണ്ണഗ്രന്ഥികൾ കൂടുതലുള്ള ഭാഗങ്ങളിൽ എണ്ണമയമുള്ള ശൽക്കങ്ങൾ പോലത്തെ പാടുകൾ ഉണ്ടാവുന്നതാണ് സെബോറിക് ഡെർമറ്റൈറ്റീസ് എന്ന് പറയുന്ന അവസ്ഥ. ഇനി കോസസ് ആണ്. കോസസ് ഓഫ് എക്സിമ. Eczema in children primarily caused by combination of genetic factors, skin barrier disinfection and immune system disinfection. ഇങ്ങനെ 3 രീതിയിൽ കാരണമാവാം. അതിൽ ജനറ്റിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ചിൽഡ്രൻ വിത്ത് പാരൻസ് ഹു ഹാവ് എക്സിമ, ആസ്മ ഓർ ഹേ ഫീവർ ആർ അറ്റ് ഹയർ റിസ്ക്. ഈ ജനറ്റിക് ഫാക്ടേഴ്സിൽ വരുന്നത് ഇപ്പൊ മാതാപിതാക്കൾക്ക് എക്സിമയോ അല്ലെങ്കിൽ ആസ്മയോ അല്ലെങ്കിൽ ഫീവർ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുട്ടികൾക്ക് എക്സിമ വരാനുള്ള കാരണമാവാം. അതുപോലെ സ്കിൻ ബാരിയർ ഡിസിൻഫെക്ഷൻ എന്ന് പറയുന്നത് മെനി ചിൽഡ്രൻ വിത്ത് എക്സിമ ഹാവ് എ ഡെഫിഷ്യൻസി ഇൻ എ പ്രോബ്ലം കോൾഡ് ഫിലാഗ്രീൻ വിച്ച് ഹെൽപ്സ് ദ സ്കിൻ റീറ്റെയിൻ മോയ്സ്ചറൈസ് ആൻഡ് പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് അലർജൻസ്, ബാക്ടീരിയ ആൻഡ് ഇറിറ്റൻസ്. അതായത് ചില കുട്ടികൾക്ക് ഫിലാഗ്രീൻ എന്ന് പറഞ്ഞ പ്രോട്ടീന്റെ കുറവ് മൂലം എക്സിമ ഉണ്ടാവാം. ഈ ഫിലാഗ്രീൻ എന്ന് പറയുന്ന പ്രോട്ടീൻ നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യാനും അല്ലെങ്കിൽ സ്കിന്നിൽ ഉണ്ടാവുന്ന അലർജി, ബാക്ടീരിയ ഇതിനൊക്കെ തടയാനായിട്ട് സഹായിക്കുന്ന ഒരു പ്രോട്ടീനാണ് ഫിലാഗ്രീൻ. ഇതില്ല എന്നുണ്ടെങ്കിലും കുട്ടികൾക്ക് എക്സിമ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇമ്മ്യൂൺ സിസ്റ്റം ഡിസിൻഫെക്ഷൻ. ആൻ ഓവർ ആക്റ്റീവ് ഇമ്മ്യൂൺ റെസ്പോൺസ് കോസസ് ക്രോണിക് ഇൻഫ്ലമേഷൻ. ഓവറായിട്ടുള്ള ഇമ്മ്യൂൺ റെസ്പോൺസ് ഇമ്മ്യൂൺ സിസ്റ്റം ഡിസിൻഫെക്ഷന് കാരണമാവാം. പിന്നെ എൻവിറോൺമെന്റിലുള്ള ഫാക്ടേഴ്സ്, ഇപ്പൊ സോപ്പോ, ഡിറ്റർജന്റോ, ഷാമ്പുവോ അല്ലെങ്കിൽ റഫ് ഫാബ്രിക്സ്, ഇപ്പൊ പരുക്കനായിട്ടുള്ള ഡ്രസ്സ് ഇടുന്നതുകൊണ്ടോ അല്ലെങ്കിൽ പട്ടിയുടെ രോമം അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും ഈ എക്സിമ ഉണ്ടാവാം. ഇനി ഇതിന്റെ സിംറ്റംസ് വരുന്നത് ചിൽഡ്രൻ വിത്ത് എക്സിമ ഡെവലപ്പ് റെഡ്, ഡ്രൈ, ഇച്ചി പാച്ചസ് ഓൺ ദി സ്കിൻ.
ദ റിസൾട്ട്സ് ഫ്രം ഇൻഫ്ലമേഷൻ. അതായത് ചുവന്ന് വളരെ ഡ്രൈ ആയിട്ടുള്ള ഇങ്ങനെ പാച്ചസ് ഇങ്ങനെ സ്കിന്നിൽ വരും. ഇത് ചിലപ്പോൾ സിവിയർ ആവാനും അതുപോലെ സ്ഥിരമാവാനൊക്കെ കാരണമാവാം. Sometimes, if the child scratches for many weeks to months, the skin may start to become very rough, leathery, and darker in color. ഇങ്ങനെ ഒത്തിരി കാലം കുട്ടികൾ ഇങ്ങനെ ചൊറിയുന്ന സമയത്ത് ആ ചൊറിച്ചിലിൽ വരുന്ന സ്ഥലത്ത് ഇങ്ങനെ പൊള്ളലും അതുപോലെ അണുബാധ, വ്രണങ്ങള് അങ്ങനെയൊക്കെ ഉണ്ടാവാനുള്ളത്, പിന്നെ കളറ് മാറാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. ഇനി ഇത് ഡയഗ്നോസ് ചെയ്യുന്നത്. There is no specific test used to diagnose eczema. The doctor will look at rash and ask about symptoms. The child past health, the family's health. If family members have any ectopic condition, that's an important clue. ഇതിനങ്ങനെ പ്രത്യേകിച്ച് ടെസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഡോക്ടർ നമ്മുടെ ശരീരത്ത് നോക്കിയിട്ട് ആ പാടുകൾ എങ്ങനെയാണ്, അതിന്റെ സിംറ്റംസ് എന്തായിരുന്നു, കുട്ടികളുടെ കഴിഞ്ഞ കാലത്തെ ഹെൽത്ത് ഇഷ്യൂസ്, അതുപോലെ ഫാമിലിയുടെ ഹെൽത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ടാണ് എക്സിമ നിർണ്ണയിക്കുന്നത്. എക്സിമ എങ്ങനെ ട്രീറ്റ് ചെയ്യാം? ദർ ഈസ് നോ ക്യൂർ ഫോർ എക്സിമ, ബട്ട് ട്രീറ്റ്മെന്റ്സ് ക്യാൻ ഹെൽപ്പ് വിത്ത് സിംറ്റംസ്. എക്സിമ അങ്ങനെ തടയാനായിട്ട് പ്രത്യേക ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ അതിന്റെ സിംറ്റംസ് മാറ്റാനുള്ള ട്രീറ്റ്മെന്റ്സ് നമുക്ക് എടുക്കാൻ പറ്റും. അത് ഡോക്ടർ തരുന്നത് കുട്ടിയുടെ സിംറ്റംസ് നോക്കിയിട്ട് അതുപോലെ ഏജ് നോക്കിയിട്ടൊക്കെയാണ് മരുന്ന് കൊടുക്കുന്നത്. ഇപ്പൊ അതിൽ വരുന്നത് സം ആർ ടോപ്പിക്കൽ ആൻഡ് അപ്ലൈഡ് ടു ദി സ്കിൻ, അതേഴ്സ് ആർ ടേക്കൺ ബൈ മൗത്ത്. ചില മെഡിസിൻസ് നമ്മൾ ആന്റിബയോട്ടിക് ആയിട്ട് തരും, അല്ലാത്തത് നമുക്ക് തേക്കാനായിട്ടും തരും. അതിൽ ഫസ്റ്റ് മോയ്സ്ചറൈസർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. Skin should be moisturized 2 or 3 times a day. The best time to apply moisturize in after a bath with the skin patted dry gently. Oilments and creams are best because they contain a lot of oil. സ്കിന്നെ നമ്മൾ എപ്പോഴും മോയ്സ്ചറൈസർ ദിവസത്തിൽ 2-3 തവണ മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇത് എപ്പോഴും മോയ്സ്ചറൈസർ തേക്കേണ്ടത് ആഫ്റ്റർ ബാത്തിന് ശേഷമായിരിക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുളി കഴിഞ്ഞതിന് ശേഷം മാത്രമേ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ മോയ്സ്ചറൈസർ തിരഞ്ഞെടുക്കുമ്പോൾ ഓയിൽമെന്റ്സ് പോലത്തെ ഉള്ളതോ അല്ലെങ്കിൽ ക്രീം ടൈപ്പ് ഉള്ളതോ വേണം തിരഞ്ഞെടുക്കാനായിട്ട്. കാരണം അതിൽ ഒരുപാട് ഓയിലായിട്ടുള്ള കണ്ടന്റ്സ് ഉള്ള കാരണം അതാണ് കൂടുതലും ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ ബാത്തിങ്, കുളിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഷോർട്ട് വാം ബാത്താണ്. ഒരുപാട് ചൂടുള്ള വെള്ളത്തിൽ കുടിക്കാൻ പാടില്ല. പിന്നെ ക്ലോത്തിങ്, ഡ്രസ് ചിൽഡ്രൻ ഇൻ സോഫ്റ്റ് ബ്രീത്തബിൾ ഫാബ്രിക്സ് ലൈക്ക് കോട്ടൺ, അവോയ്ഡ് വൂൾ ആൻഡ് സിന്തറ്റിക്സ്. എപ്പോഴും ഈ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ പോലത്തെ ഡ്രസ്സേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. വൂളും സിന്തറ്റിക്സ് അങ്ങനത്തെ ടൈപ്പ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. മെഡിക്കേഷൻ, ടോപ്പിക്കൽ കോർട്ടിക്കോസ്റ്റെറോയിഡ്സ്, antihistamines for itch relief and antibiotics if a secondary infection develops. ഇപ്പൊ അതല്ലാന്നുണ്ടെങ്കിൽ ഡോക്ടർ ആന്റിബയോട്ടിക്സ് റെഫർ ചെയ്യാറുണ്ട്. ഈ പറഞ്ഞ മെഡിസിൻസ് ഒക്കെ റെഫർ ചെയ്യാറുണ്ട്. അതും യൂസ് ചെയ്യുന്നത് ഈ സിംറ്റംസ് കുറയ്ക്കാനായിട്ട് സഹായിക്കും. പിന്നെ എക്സിമ തടയാനായിട്ട് പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാം. പലതരം ഫുഡിലൂടെ നമുക്ക് എക്സിമയുടെ ആ സിംറ്റംസിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇപ്പൊ ഫ്ലക്സീഡ് കഴിക്കുക. ഫ്ലക്സീഡ് കഴിക്കുന്നതിലൂടെ പെയിൻഫുൾ ആയിട്ടുള്ള ആ ഒരു ചൊറിച്ചിൽ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ ഫുഡിൽ ഒരുപാട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പൊ ആപ്രിക്കോട്ട്സ്, ക്യാരറ്റ്സ് ഇതൊക്കെ യൂസ് ചെയ്യുന്നതിലൂടെ നല്ല പവർഫുൾ ആന്റി ഓക്സിഡന്റ് കിട്ടിയിട്ട് നമ്മുടെ സ്കിന്നിനെ ഹെൽത്തി ആയിട്ട് വെക്കാൻ സഹായിക്കും. പിന്നെ ഇലകൾ കഴിക്കുക. ഇലകൾ കഴിക്കുന്നതിലൂടെ ആന്റി ഇൻഫ്ലമേറ്ററി ക്ലെൻസിങ് പ്രോപ്പർട്ടി നമുക്ക് ഈ പാടുകളൊക്കെ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ബീറ്റ്റൂട്ട് നമ്മുടെ സ്കിന്നിനെ കുറച്ചുകൂടി ബൂസ്റ്റ് ചെയ്യാനും അതിലുള്ള കൊളാജൻ ഇംപ്രൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നല്ല ഫിഷസ് കഴിക്കുക. അതുപോലെ പിയേഴ്സ്, ഓട്സ് അങ്ങനത്തെ ഉള്ളതൊക്കെ വളരെയധികം സ്കിന്നിന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പൊ കൺക്ലൂഷൻ, atopic dermatitis is a condition that causes dry, itchy and inflamed skin. It is common in young children but can occur at any age. Atopic dermatitis is a long-lasting and tends to flare sometimes. It can be irritants but it's not contagious. Thank you. ഓക്കെ, നന്നായിട്ട് എടുത്തോട്ടെ വിദ്യ. താങ്ക് യു മാം. അടുത്ത ആരാണ് ടോപ്പിക്? ബാക്കി എല്ലാവരും പ്രസന്റ് ചെയ്തോ? ബിസ്മി. ടോപ്പിക് പറഞ്ഞു. റാബീസ് ഇൻ ചിൽഡ്രൻ. ഓക്കെ, പ്രസന്റ് ചെയ്തോട്ടെ. ഓക്കെ. പേരെല്ലാവരും
മെസ്സേജ് ചെയ്തിട്ടുണ്ട് കേട്ടാ. ആ ഓർഡറിൽ വിളിക്കാം. ഓക്കെ, ഡിസ്മിസ് സ്റ്റാർട്ട് ചെയ്തോട്ടാ. Good afternoon, Miss and my dear friends. The seminar I am taking today is on the topic of rabies in children. Rabies is a vital infection that attacks the nervous system. Once symptoms develop, it's often fatal. But a rabies vaccine or a series of vaccines given soon after contact with an animal infected rabies and prior to the onset of symptoms can prevent the illness. റാബീസ് നമ്മുടെ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു വൈറൽ അണുബാധയാണ്. ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ ഇത് പലപ്പോഴും മാരകമാകും. എന്നാൽ റാബീസ് ബാധിച്ച ഒരു മൃഗവുമായി സമ്പർക്കം പുലർത്തിയ ഉടൻ തന്നെയും ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പും നൽകുന്ന റാബീസ് വാക്സിനുകളുടെ ഒരു സീരീസ് രോഗത്തെ തടയാൻ സഹായിക്കും. പിന്നെ കോസസ്. ദ റാബീസ് വൈറസ് enters the body through a cut, scratch or bite or through the mouth or eyes. It travels to the central nervous system. Once the virus reaches the brain, it travels into the nerves and grows in different organs. The rabies virus is spread through an infected animal saliva. It can pass between animals through biting. It can also pass through scratching, as many animals lick their claws. അതായത് റാബീസ് വൈറസ് മുറിവ്, പോറൽ, കടികൾ എന്നിവയിലൂടെയും പിന്നെ മൗത്തിലൂടെയും ഐസിലൂടെയൊക്കെയാണ് ശരീരത്തിൽ പ്രവേശിക്കുന്നത്. ഇത് കേന്ദ്ര നാഡീവ്യൂഹത്തിലേക്ക് സഞ്ചരിച്ച് പിന്നെ വൈറസ് ബ്രെയിനിലെത്തും. അതിനുശേഷം ഇത് ഞരമ്പുകളിലൂടെ സഞ്ചരിച്ച് എല്ലാ അവയവങ്ങളിലും എത്തുന്നു. ഈ രോഗമുള്ള മൃഗങ്ങളുടെ ഉമിനീരിലൂടെയും റാബീസ് വൈറസ് പകരാറുണ്ട്. ഇത് മൃഗങ്ങൾ തമ്മിൽ കടി കൂടുന്നതിൻ്റെ ഇടയിലും ഇത് പകരും. പിന്നെ റാബീസ് ബാധിച്ച ഒരു മൃഗം കടിച്ചാലോ പോറലേൽപ്പിച്ചാലോ ഒരു കുട്ടിക്ക് റാബീസ് പിടിപെടാം. രോഗം ബാധിച്ച ഒരു മൃഗം നക്കിയാൽ പോറലുകളോ വ്രണങ്ങളോ ഉണ്ടായാലും വൈറസ് പകരാം. പിന്നെ രോഗം ബാധിച്ച ഒരു മൃഗത്തിന്റെ ഉമിനീരുള്ള കൈകൾ ഉപയോഗിച്ച് കുട്ടി വായിലോ കണ്ണിലോ സ്പർശിച്ചാലും റാബീസ് പകരാം. പിന്നെ ഇതിന്റെ സിംറ്റംസ് can start 5 days to more than a year after contact with the rabies. The average time is about 2 months. അതായത് റാബീസ് വൈറസുമായി സമ്പർക്കം പുലർത്തിയതിനു ശേഷം 5 ദിവസം മുതൽ ഒരു വർഷത്തിൽ കൂടുതൽ സമയത്തിനുള്ളിൽ ലക്ഷണങ്ങൾ ആരംഭിക്കാം. ഒരു ആവറേജ് 2 months ആണ് പറയുന്നത്. പിന്നെ ഇതിന്റെ കോമൺ സിംറ്റംസ് ഫീവർ, ചിൽസ്, ഹെഡ് ഏക്ക്, മസിൽ ഏക്സ്, സോർ ത്രോട്ട്, ലോസ് ഓഫ് അപ്പിറ്റൈറ്റ്, നോസിയ, വൊമിറ്റിംഗ്, അതായത് പനി, വിറയൽ, വിശപ്പില്ലായ്മ, ഓക്കാനം, ഛർദി, വിഴുങ്ങാൻ ബുദ്ധിമുട്ട്, അതായത് ഉമിനീര് പോലും വിഴുങ്ങാൻ ബുദ്ധിമുട്ട്, പിന്നെ പ്രക്ഷോഭം, ആശയക്കുഴപ്പം, പേശികളുടെ ചലനശേഷി നഷ്ടപ്പെടൽ, കോമ, മരണം വരെ സംഭവിക്കാം. പിന്നെ ഇതിന്റെ ഡയഗ്നോസിസ് എന്ന് പറയുന്നത് an animal that has bitten or scratched a child can be tested for rabies. This test is called direct fluorescent antibody test. അതായത് കുട്ടിയെ കടിച്ച പോറലേൽപ്പിച്ചതോ ആയ മൃഗത്തെ റാബീസിന് വേണ്ടി നമുക്ക് പരിശോധിക്കാം. ഈ ടെസ്റ്റിന് പറയുന്ന പേരാണ് ഡയറക്റ്റ് ഫ്ലൂറസെന്റ് ആന്റിബോഡി ടെസ്റ്റ്. പരിശോധന ഫലം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നമുക്ക് കിട്ടും. പിന്നെ മൃഗത്തിന് റാബീസ് ഇല്ലെങ്കിൽ കുട്ടിക്ക് റാബീസ് വാക്സിൻ എടുക്കേണ്ട ആവശ്യമില്ല. കുട്ടിക്ക് റാബീസ് ഉണ്ടോ എന്ന് അറിയാനായിട്ട് പലതരം പരിശോധനകൾ വേണ്ടിവരും. രക്തം, ഉമിനീര്, കഴുത്തിന്റെ പിൻഭാഗത്ത് നിന്ന് എടുക്കുന്ന ചർമ്മ ബയോപ്സി എന്നിവയുടെ സാമ്പിളുകൾ ഉപയോഗിച്ചിട്ടാണ് കുട്ടിക്ക് പരിശോധനകൾ നടത്തുന്നത്. ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് vaccines can give immunity to rabies must be given soon after contact with the rabies virus. The treatment for suspected contact with rabies is done with 1 dose of immune globulin and a series of shots of rabies vaccine given on the 3rd, 7th and 14th days following the exposure. അതായത് റാബീസ് വൈറസുമായി സമ്പർക്കം പുലർത്തിയ ഉടൻ തന്നെ റാബീസിനെതിരെ പ്രതിരോധശേഷി നൽകുന്ന വാക്സിനുകൾ നൽകണം. ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ റാബീസിന് ട്രീറ്റ്മെന്റ് ഇല്ല. റാബീസ് ബാധിച്ച് സംശയിക്കപ്പെടുന്ന കുട്ടിക്ക് സമ്പർക്കം ഉണ്ടായതിനു ശേഷമുള്ള 3, 7, 14 ദിവസങ്ങളിൽ 1 ഡോസ് ഇമ്മ്യൂണോ ഗ്ലോബുലിനും തുടർച്ചയായ സോറി മിസ്, അതിനിടയ്ക്കൊരു കോള് വന്നത്. ഇമ്മ്യൂണോ ഗ്ലോബുലിനും തുടർച്ചയായ റാബീസ് വാക്സിനുകളും നൽകിയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇത് ഡേഞ്ചർ ആവുന്നത് റാബീസിന്റെ സിംറ്റംസ് കണ്ടു തുടങ്ങിയാൽ ഇത് മിക്കപ്പോഴും മരണത്തിലേക്കാണ് നയിക്കുന്നത്. പിന്നെ ഇതിന്റെ പ്രിവെൻഷൻ മെത്തേഡ്സ്
Keep pets in a fenced yard. Select family pets carefully. Never leave a young child alone with a pet. Have your pets vaccinated against rabies and keep all shots current. Watch pets so they don't come into contact with the wild animals. അതായത് വളർത്തു മൃഗങ്ങളെ അവയുടെ കൂട്ടിൽ തന്നെ സൂക്ഷിക്കുക. വളർത്തു മൃഗങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കണം. കൊച്ചു കുട്ടികളെ ഒരിക്കലും വളർത്തു മൃഗങ്ങളുടെ കൂടെ തനിച്ചാക്കരുത്. വളർത്തു മൃഗങ്ങൾക്ക് പേവിഷബാധയ്ക്കെതിരെ വാക്സിനേഷനും മറ്റെല്ലാ വാക്സിനുകളും കൃത്യമായി നൽകണം. വളർത്തു മൃഗങ്ങൾക്ക് വന്യമൃഗങ്ങളുമായി സമ്പർക്കം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. Then conclusion. Rabies requires immediate emergency medical intervention. If a child is bitten, go to the emergency room immediately. എത്രയും പെട്ടെന്ന് എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കുക. Thank you all for giving me the opportunity to take this seminar. Thank you, Miss. നല്ല രീതിയിൽ പറഞ്ഞു കേട്ടോ. Okay. ഷില്ലു Yes, ma'am. ലാസ്റ്റ് പ്രസന്റ് ചെയ്തോട്ടാണ് ടോപ്പിക്. ആ. ഞാനിപ്പം ഒരു ഷെയർ ചെയ്യുന്നുണ്ട്, കാണാമോ? ഓക്കേടാ, ഓക്കെ കാണാൻ പറ്റുന്നുണ്ട്. എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അപ്പം ടുഡേ വി ആർ ഡിസ്കസിങ് അബൌട്ട് ദ ടോപ്പിക് bronchiolitis. Bronchiolitis is a common viral infection, lung infection that causes inflammation and congestion in the bronchioles. The smallest air passages is in the lungs. അതായത് ബ്രോങ്കിയോളൈറ്റിസ് എന്ന് പറയുന്നത് ഒരു വൈറൽ ലങ് ഇൻഫെക്ഷൻ ആണ്. അത് നമ്മുടെ ബ്രോങ്കിയോൾസിൽ, അതായത് നമ്മുടെ ലങ്സിന് രണ്ട് പാസേജ് വഴിയാണ് എയർ കടന്നു പോകുന്നത്. ഒന്ന് ചെറുതും ഒന്ന് വലുതും. ആ ചെറിയ പാസേജിനെയാണ് ബ്രോങ്കിയോൾസ് എന്ന് പറയുന്നത്. ആ ബ്രോങ്കിയോൾസിൽ നമുക്ക് വീക്കം അല്ലെങ്കിൽ ഒരു തടസ്സം, ശ്വാസം കടന്നു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു തടസ്സം അനുഭവിക്കുന്ന ഒരു ഇതിനെയാണ് ബ്രോങ്കിയോളൈറ്റിസ് എന്ന് പറയുന്നത്. ഇറ്റ് പ്രൈമർലി അഫക്ട്സ് ഇൻഫൻസ് ആൻഡ് ചിൽഡ്രൻ അണ്ടർ ദ ഏജ് ഓഫ് 2 വിത്ത് എ പീക്ക് ഇൻസിഡൻസ് ബിറ്റ്വീൻ 3 and 6 months. ഇത് കൂടുതലായിട്ടും അഫക്ട് ചെയ്യുന്നത് കുഞ്ഞു കുട്ടികൾ, ഇൻഫൻസിനും അതുപോലെ തന്നെ 2 വയസ്സിന് താഴെയുള്ള കുട്ടികളിലുമാണ്. എസ്പെഷ്യലി 3 നും 6 മാസത്തിനും ഇടയിലുള്ള കുട്ടികൾക്ക്. കീ ക്യാരക്ടറിസ്റ്റിക്സ്, ഇതിന്റെ കോസ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് always caused by virus, most frequently the respiratory syncytial virus RSV. നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് ബ്രോങ്കിയോളൈറ്റിസ് എന്ന് പറയുന്നത് വൈറൽ ലങ് ഇൻഫെക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരു വൈറസ് മൂലമാണ് പടരുന്നത്. റെസ്പിറേറ്ററി സിൻസിഷ്യൽ വൈറസ്. അതർ കോസസ് ഇൻക്ലൂഡ് ദ ഫ്ലൂ, അഡിനോവൈറസ് ആൻഡ് COVID-19. മറ്റുള്ളത് വഴി നിറം ഫ്ലൂ, അഡിനോവൈറസും COVID-19 വഴിയും നമുക്കിത് വരാം. സീസണാലിറ്റി, ഏതൊക്കെ സമയങ്ങളിലാണ് നമുക്കിത് കാണപ്പെടുന്നത്? ഔട്ട്ബ്രേക്സ് ടിപ്പിക്കലി ഒക്കർ ഡ്യൂറിംഗ് ദ വിന്റർ ആൻഡ് ഏർലി സ്പ്രിംഗ് മന്ത്സ്. സ്പ്രിംഗിലും വിന്റർ സീസണിലും ആയിരിക്കും ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഡിഫറൻസ് ഫ്രം ബ്രോങ്കൈറ്റിസ്. വൈൽ ബോത്ത് ഇൻവോൾവ് എയർവേ ഇൻഫ്ലമേഷൻ, ബ്രോങ്കൈറ്റിസ് അഫക്ട്സ് ദ ലാർജർ എയർവേസ് ബ്രോങ്കൈ and typically occurs in older children and adults, whereas bronchiolitis affects the tiny bronchioles in very young children. നമ്മൾ നേരത്തെ പറഞ്ഞു ബ്രോങ്കിയോൾസ് എന്ന് പറയുന്നത് സ്മോളസ്റ്റ് വഴിയാണ്, അതായത് ശ്വാസം അതായത് എയർ പാസേജ് ചെയ്യുന്ന ചെറിയ ഒരു പാസേജിൽ വഴിയാണ് ഈ ബ്രോങ്കിയോൾസ്, അതായത് ബ്രോങ്കിയോലൈറ്റിസ് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു. അതേസമയം ബ്രോങ്കൈറ്റിസ് അഫക്ട് ചെയ്യുന്നത് ലാർജർ എയർവേസ് ആണ്. ബ്രോങ്കൈ എന്ന എയർവേസ് വഴിയാണ് ബ്രോങ്കൈറ്റിസ് ഉണ്ടാവുന്നത്. ടിപ്പിക്കലി ഒക്കേഴ്സ് ഇൻ ഓൾഡർ ചിൽഡ്രൻ, അതായത് കൂടുതലായിട്ട് കാണപ്പെടുന്നത് വലിയ കുട്ടികളിലും മുതിർന്നവരിലുമാണ്. അതേസമയം ബ്രോങ്കിയോലൈറ്റിസ് കാണപ്പെടുന്നത് കുഞ്ഞു കുട്ടികളിലുമാണ്. ഒരു പിക്ചർ ഉണ്ട്, അത് കാണാമോ എന്ന് എനിക്കറിയില്ല. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ നോർമൽ ആയിട്ടുള്ള ബ്രോങ്കിയോൾ എന്ന് പറയുന്നത്. അതേസമയം ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺ ആണെങ്കിൽ, ഒരു കുഞ്ഞാണെങ്കിൽ, ഇവിടെ നമുക്ക് ഒരു തടസ്സം ഉണ്ടാവുന്നുണ്ട്. മ്യൂക്കസ് ഇൻഫ്ലെയിംഡ് ബ്രോങ്കിയോൾ വാൾ, അവിടെ ഒരു ചെറിയൊരു വീക്കവും അതുപോലെ തന്നെ വായു കടന്നു പോകാൻ വേണ്ടിയിട്ട് ചെറിയൊരു തടസ്സം കാണപ്പെടുന്നുണ്ട്. അതിനെയാണ് ബ്രോങ്കിയോലൈറ്റിസ് എന്ന് പറയുന്നത്. സിംറ്റംസ് എന്തൊക്കെയാണ്? സിംറ്റംസ് നോക്കാം. സിംറ്റംസ് യൂഷ്വലി സ്റ്റാർട്ട്സ് ലൈക്ക് എ കോമൺ കോൾഡ്
ആൻഡ് മേ പ്രോഗ്രസ് ഓവർ 1 to 3 days. ആദ്യം നമ്മൾ കാണപ്പെടുന്ന വെച്ചാൽ ചെറിയൊരു ജലദോഷം പോലെ ആയിരിക്കും. അത് ഒന്ന് തൊട്ട് 3 ദിവസം വരെ കാണപ്പെടാം. ഏർലി സൈൻസ്: റണ്ണി ഓർ സ്റ്റഫി നോസ്, മൈൽഡ് കഫ് ആൻഡ് സംടൈംസ് എ സ്ലൈറ്റ് ഫീവർ. ജലദോഷം, മൂക്കൊലിപ്പും അതുപോലെ ചെറിയ തരത്തിലുള്ള ചുമയും അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള പനിയും ഉണ്ടാവും. പ്രോഗ്രസീവ് സൈൻസ്: വീസിംഗ്, എ വിസ്ലിംഗ് സൗണ്ട് ഡ്യൂറിംഗ് ബ്രീത്തിങ്, റാപ്പിഡ് ഓർ ഷാലോ ബ്രീത്തിങ് ഓർ പെർസിസ്റ്റന്റ് കഫിംഗ്. കുഞ്ഞു കുട്ടികൾക്ക് ചുമയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് അവർ ശ്വാസം എടുക്കുമ്പോൾ ചെറിയൊരു സൗണ്ട് ഉണ്ടാവും. അതും ഇതിന്റെയൊക്കെ ഒരു സൈനാണ്. അതുപോലെ ചെറിയ രീതിയിലുള്ള ബ്രീത്തിങ് പ്രോബ്ലം, അതുപോലെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ചുമ. സിവിയർ സൈനോസിസ്: എപ്പോഴൊക്കെ നമ്മൾ എമർജൻസി കെയർ കൊടുക്കേണ്ടത്. ബ്ലൂ ഓർ ഗ്രേ ടിൻ ടു ദ ലിപ്സ്, സ്കിൻ ഓർ ഫിംഗർ നെയിൽസ്. നഖത്തിൽ അല്ലെങ്കിൽ ചുണ്ടുകളിൽ അല്ലെങ്കിൽ സ്കിന്നിൽ ബ്ലൂ കളറിലോ ഗ്രേ കളറിലോ ആയിട്ടുള്ള എന്തെങ്കിലും കാണപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക. റിട്രാക്ഷൻ: സ്കിൻ പുള്ളിങ് ഇൻ അറൌണ്ട് ദ റിബ്സ് ഓർ നെക്ക് ഡ്യൂറിങ് ബ്രീത്തിങ്. അതായത് ശ്വാസം എടുക്കുമ്പോഴത്തേക്കും റിബ്സിൽ അതല്ല എങ്കിൽ കഴുത്തിന് ചുറ്റും സ്കിന്ന് വലിഞ്ഞു മുറുകുന്നതായിട്ട് തോന്നാം. അപ്നിയ: പോസസ് ഇൻ ബ്രീത്തിങ് ഫോർ മോർ ദാൻ 50 seconds. ശ്വാസം എടുക്കുമ്പോഴത്തേക്കും 15 സെക്കൻഡോ അതിൽ കൂടുതലോ നേരം ശ്വാസം നിർത്തിവെക്കുക. ഡീഹൈഡ്രേഷൻ നമുക്ക് പൊതുവെ എല്ലാ ഇതിലും ഉണ്ടാവുന്നതാണ്, ഇതിലും ഉണ്ട് അതേപോലെ. ഡ്രൈ മൗത്ത്, ക്രൈയിങ് വിത്തൗട്ട് ടിയേഴ്സ് ഓർ ഫ്യൂവർ വെറ്റ് ഡൈപ്പേഴ്സ്. അതായത് വായ്ക്കകത്ത് വരൾച്ച, അതുപോലെ തന്നെ കരയുമ്പോഴത്തേക്കും കണ്ണീരില്ലാതാവുക, അതുപോലെ തന്നെ മൂത്രമൊഴിക്കുന്നതിന്റെ അളവ് കുറയുക. മാനേജ്മെന്റ് ആൻഡ് ട്രീറ്റ്മെന്റ്: in most cases are mild and can be managed at home, as the infection typically clears on its own within 1 to 2 weeks. സാധാരണയായിട്ട് ഇതൊരു മൈൽഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ അത് വീട്ടിൽ തന്നെ നമുക്ക് ചികിത്സിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അത് തനിയെ തന്നെ അത് മാറും. 1-2 ആഴ്ചയ്ക്കുള്ളിൽ അത് തനിയെ തന്നെ മാറുകയും ചെയ്യും. ഹോം കെയർ. ഹൈഡ്രേഷൻ: offer small amounts of fluids, breast milk or formula for infants frequently. നമ്മൾ എപ്പോഴും ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക? ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുക. നമ്മൾ കുഞ്ഞു കുട്ടികളിലാണെങ്കിൽ മുലപ്പാൽ അല്ലെങ്കിൽ ഫോർമുല മിൽക്ക് നമ്മൾ ഒരിടവേള വിട്ട് ചെറിയ എമൗണ്ടിൽ കൊടുത്തുകൊണ്ടേയിരിക്കുക. നേസൽ റിലീഫ്: യൂസ് സലൈൻ ഡ്രോപ്സ് ആൻഡ് എ ബൾബ് സിറിഞ്ച് ടു ക്ലിയർ മ്യൂക്കസ് ബിഫോർ ഫീഡിങ് ഓർ സ്ലീപ്പ്. നമ്മൾ കിടക്കുന്നതിന് മുമ്പും അതുപോലെ തന്നെ ആഹാരം കൊടുക്കുന്നതിന് മുമ്പും നമ്മൾ സലൈൻ ഡ്രോപ്സ്, മൂക്കിലൊഴിക്കുന്നത് തുള്ളി മരുന്നുകൾ, ഇപ്പം കുട്ടികൾക്കൊക്കെ സാധാരണയായിട്ട് ജലദോഷം വരുമ്പോഴൊക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ബൾബ് കണക്ക് സിറിഞ്ച് ഉണ്ട്, അത് നമ്മുടെ മൂക്കിൽ നിന്നും മ്യൂക്കസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഹ്യൂമിഡിഫയർ: എ കൂൾ മിസ്റ്റ് വേപ്പറൈസർ ക്യാൻ ബി ഹെൽപ്പ് ലൂസൻ മ്യൂക്കസ്. അതുപോലെ തന്നെ നമ്മൾ ആവി പിടിക്കുന്നത്, നമ്മളെല്ലാവരും സാധാരണ ജലദോഷമൊക്കെ വരുമ്പോൾ ആവി പിടിക്കുന്നത് പോലെ കുട്ടികൾക്ക് നമുക്ക് ചെറിയ രീതിയിൽ ആവി പിടിച്ചു കൊടുക്കാവുന്നതാണ്. Medication: acetaminophen or ibuprofen, if age appropriate, can be used for fever. Never give aspirin to children. ഏജ് അല്ലെങ്കിൽ പ്രായം അനുസരിച്ച് കുട്ടികൾക്ക് മരുന്നുകൾ കൊടുക്കാവുന്നതാണ്. ഒരിക്കലും നമ്മൾ ആസ്പിരിൻ കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല. മെഡിക്കൽ ഇന്റർവെൻഷൻസ്. ആന്റിബയോട്ടിക്സ്: ദീസ് ആർ നോട്ട് എഫക്റ്റീവ് ബിക്കോസ് ദ ഇൻഫെക്ഷൻ ഈസ് വൈറൽ. നമ്മൾ നേരത്തെ പറഞ്ഞു ഇതൊരു വൈറൽ ഇൻഫെക്ഷൻ ആയതുകൊണ്ട് തന്നെ ആന്റിബയോട്ടിക്സ് ഒന്നും ഇത് എഫക്റ്റീവ് ആയിരിക്കത്തില്ല. ഹോസ്പിറ്റലൈസേഷൻ: required for approximately 3% of cases if the child needs supplemental oxygen or IV fluids. ഹോസ്പിറ്റലിൽ പോവേണ്ട അവസ്ഥ അധികമൊന്നും കാണപ്പെടില്ല. ഓൺലി 3% ആയിരിക്കും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതും എപ്പോഴായിരിക്കും? നമുക്ക് കുട്ടികളിൽ ഡീഹൈഡ്രേറ്റ് ഒരുപാട് ആവുന്നതെങ്കിൽ നമുക്ക് IV ഫ്ലൂയിഡ്സും അതുപോലെ തന്നെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തും കൊടുക്കേണ്ടി വരും? സപ്ലിമെന്റൽ ആയിട്ട് ഓക്സിജനും കൊടുക്കേണ്ടി വരും. പ്രിവെൻഷൻ: എങ്ങനെ നമുക്കിതൊക്കെ പ്രിവെന്റ് ചെയ്യാം? ഹൈജീൻ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഹൈജീൻ ആണ്. ഏതൊരു അസുഖം വന്നാലും നമ്മൾ എപ്പോഴും ഹൈജീൻ ആയിട്ട് ഇരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഫ്രീക്വന്റ് ഹാൻഡ് വാഷിംഗ് ആൻഡ് ഡിസ്ഇൻഫെക്ടിങ് ടോയ്സ് ഓർ ഷെയ്ഡ് സർഫേസ്. നമ്മൾ എപ്പോഴും ഇപ്പൊ കോവിഡ് വന്നപ്പോൾ തന്നെ നമ്മൾ എപ്പോഴും ഹൈജീൻ ആയി ഇരിക്കണമെന്ന് പറഞ്ഞു. പുറത്ത് പോയിട്ട് വന്നാലും എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക? ഹാൻഡ് വാഷ് ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. ഇവിടെയും അതുപോലെ തന്നെയാണ്. നമ്മൾ എപ്പോഴും ഫ്രീക്വന്റ് ആയിട്ട് ഹാൻഡ് വാഷ് ചെയ്യുക. അതുപോലെ തന്നെ കുട്ടികൾ ഉപയോഗിക്കുന്ന ടോയ്സ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യാം? എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കണം. അതുപോലെ കുട്ടികൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ, അവർ ഇരിക്കുന്ന സ്ഥലങ്ങളായാലും നമ്മൾ എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അവോയ്ഡ് ഇറിറ്റൻസ്. കീപ് ദ ചൈൽഡ്
away from tobacco, smoke and individuals with colds. നമ്മൾ ഇപ്പം ശ്വാസം മുട്ടൽ അല്ലെങ്കിൽ ഇതേപോലെ ചുമയോ ജലദോഷമോ ഉള്ള കുട്ടികൾക്ക് ഉള്ളവരാണെങ്കിൽ നമ്മൾ എപ്പോഴും അവരെ എവിടെ നിന്ന് മാറ്റി നിർത്തുക? ഈ ടൊബാക്കോ, അതായത് സ്മോക്ക് ചെയ്യുന്നവരിൽ നിന്നും മാറ്റി നിർത്തുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഇതേപോലെ കോൾഡ്, ചുമയോ ജലദോഷമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് നമ്മൾ മാറ്റി നിർത്തേണ്ടതാണ്. ഇമ്മ്യൂണൈസേഷൻ. RSV antibody products like Nursevimab and vaccines for pregnant individuals can help prevent severe cases. RSV ആന്റിബോഡി നമുക്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ പ്രഗ്നന്റ് ഇൻഡിവിജ്വൽസിന് കൊടുക്കുന്നതായിട്ടുള്ള വാക്സിൻസും ഇതിനെ കൊടുക്കാവുന്നതാണ്. താങ്ക് യു. നന്നായിട്ട് എടുത്തുട്ടാ ഷീലു. താങ്ക് യു. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് അബീറ പ്രസന്റ് ചെയ്തോണ്ടാ. Good afternoon, all. ഗുഡ് ആഫ്റ്റർനൂൺ. Today, I am here to present a seminar on the topic of childhood disease. In this topic, I chose the disease rubella. So, I want to discuss with you the content that I included in this topic are: what is rubella, the symptom of rubella, explanation of CRS, and prevention of rubella. So, then first we start. What is rubella? Rubella is a virus that known as German measles or 3-day measles is contagious, typically mild virus illness transmitted via respiratory droplets causing rashes, fevering and lymphadenopathy. പിന്നെ റുബല്ല എന്ന് പറയുന്നത് ഒരു വൈറൽ ഡിസീസാണ്. വൈറൽ ഡിസീസ് എന്ന് പറയുമ്പോഴേക്കും ഇത് മറ്റേ നമ്മൾ തുമ്മുമ്പോഴും അങ്ങനെയൊക്കെ അങ്ങനെ സ്പ്രെഡ് ആവുന്ന ഒരു ഡിസീസാണ്. അതുമല്ല ഇതൊരു ജർമ്മൻ മേസിലാണ്. റുബല്ല ഡിസീസിന്റെ വേറൊരു പേരെന്ന് പറയുന്നത് 3-day measles and it is contagious. It is dangerous during early pregnancies. It causes miscarriage and this phenomenon is called contagious rubella syndrome, which are cause several birth defect. അപ്പോഴേക്കും ഈ റുബല്ല എന്ന് പറയുന്നത് നമ്മൾ നോർമൽ കിഡ്സിനായാലും നമ്മൾ വലിയവർക്കായാലും അത്രയ്ക്ക് അത് ഡേഞ്ചറസ് ആയിട്ട് വരത്തില്ല. ജസ്റ്റ് നമുക്കൊരു ഫീവർ വന്നിട്ട് അത് പോവത്തേ ഉള്ളൂ. ചില 95% ആൾക്കാർക്ക് ഇത് വന്നിട്ടുണ്ടെങ്കിലും നമുക്കത് അറിയാൻ പറ്റത്തില്ല ഇന്ന അസുഖമാണ് നമുക്ക് വന്നത്. നമുക്ക് ജസ്റ്റ് ഒരു തൊണ്ടവേദനയോ ഒരു ചെറിയ പനി, ചിലപ്പോൾ ഒരു 3 ദിവസം ജസ്റ്റ് ഒരു ചെറിയ പനിയായിട്ട് നമുക്ക് നിൽക്കത്തേ ഉള്ളൂ. അതേസമയം ഈ പ്രഗ്നൻസി ലേഡി എന്ന് പറയുമ്പോഴേക്കും ആദ്യത്തെ 3 മാസം 12 ആഴ്ച ഇതിനുള്ളിലുള്ള പ്രഗ്നൻസി വുമൻസിന് വരെയാണെങ്കിൽ അത് ഇച്ചിരി ഡേഞ്ചറസ് ആണ്. പിന്നെ ദി സിംറ്റംസ്, the characterized by fine red or pink rashes that starting face and it spreading downwards along with a lower grade of fever, headache and swollen lumps, etc. And it was last for 3 days. അപ്പോൾ റുബല്ലയുടെ സിംറ്റംസ് എന്ന് പറയുമ്പോഴേക്കും ഈ മുഖത്തൊക്കെ ഈ കുഞ്ഞ് ചുവപ്പ് പൊട്ട് പോലത്തെ റാഷസ് പോലെ വരും. പക്ഷെ അത് ഫസ്റ്റ് നമുക്ക് മുഖത്ത് വന്നിട്ടാണ് ദേഹം ഫുള്ളായിട്ട് സ്പ്രെഡ് ആകുന്നത്. അതിൻ്റെ കൂടെ ചെറിയ പനിയും തലവേദന, പിന്നെ ഈ കണ്ണിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ ചോന്നിരിക്കുന്നത്, പിന്നെ ശരീരവേദന അങ്ങനത്തതാണ്. അതുമല്ല ഇതെന്ന് പറയുമ്പോഴേക്കും 3 ദിവസം തൊട്ട് ഒരാഴ്ച വരയ്ക്കും തന്നെ ലാസ്റ്റ് ചെയ്യത്തുള്ളൂ നോർമലി ആയിട്ടുള്ളത്. പിന്നെ നേരത്തെ CRS എന്ന് പറഞ്ഞില്ലേ, congenital rubella syndrome. If a woman is infected in the first 12 weeks of pregnancy, there is a high risk of miscarriage or severe birth defect in the body, including deafness in the baby, including deafness, heart defect, characters included of intellectual disabilities. അപ്പോൾ ഒരു ഗർഭിണിയായ സ്ത്രീക്കാണ് ഇപ്പൊ റുബല്ല വൈറസ് ഇങ്ങനെ പിടിപെട്ടിരിക്കുന്നെങ്കിൽ ആ ഗർഭിണിയായ സ്ത്രീക്കൊന്നും സംഭവിക്കത്തില്ല. ആ സ്ത്രീയുടെ ഉള്ളിലുള്ള ഗർഭസ്ഥ ശിശുവില്ലേ
ആ ശിശുവിനാണ് സംഭവിക്കുന്നത്. എന്ന് വെച്ചാൽ ആ ശിശുവിന് എന്താ പറയാ, ജന്മന വൈകല്യങ്ങളോട് ജനിക്കാം. ചിലപ്പോൾ 12 ആഴ്ചയിൽ തന്നെ മിസ്കാരേജ് ആകാം. അത് എന്ന് വെച്ചാൽ നോർമൽ എല്ലാവർക്കും വരണമെന്നില്ല. എന്ന് വെച്ചാൽ ഈ പണ്ടുള്ളവരൊക്കെയൊന്നും ഈ കുഞ്ഞിലെ വാക്സിൻ എടുക്കാത്ത ആൾക്കാർക്ക് കാണുമല്ലോ, ഈ മറ്റേ MMR അങ്ങനത്തെ വാക്സിൻ എടുക്കാത്ത ചില സ്ത്രീകൾക്ക്. അത് സപ്പോസ് ചിലർക്ക് വരാൻ ചിലർക്ക് വരണം, എന്നിട്ട് എല്ലാവർക്കും വരണം അങ്ങനെയൊന്നുമില്ല. അഥവാ അങ്ങനെ എടുക്കാത്ത സ്ത്രീകൾ എന്ന് വെച്ചാൽ കുഞ്ഞിലെ അവരിങ്ങനെ MMR വാക്സിൻ എടുക്കാത്ത സ്ത്രീകളുണ്ടെങ്കിൽ ഗർഭധാരണത്തിന് മുമ്പ് അങ്ങനെ ഒരു വാക്സിൻ എടുക്കണം. നമ്മൾ ആ ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മളിപ്പോൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറിനോട് പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ എടുത്തിട്ടില്ല, അങ്ങനെ എടുക്കുമ്പോഴേക്കും അവര് നമുക്ക് അങ്ങനെ ഒരു വാക്സിൻ പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ അഥവാ ആ വാക്സിൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏകദേശം 2 മാസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് വീണ്ടും ക്യാരിങ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ. പിന്നെ പ്രിവെൻഷൻ ഓഫ് റുബല്ല വൈറസ്. The rubella virus can be highly effective, often given as a part of MMR or MR vaccine, and we should take care of proper hand washing and covering nose when sneeze or cough. Okay. അപ്പോഴേക്കും നമ്മളെ ഈ റുബല്ല വൈറസ് പ്രിവെന്റ് ചെയ്ത് പറയുമ്പോഴേക്കും വാക്സിൻ എടുത്തിട്ട് നമ്മൾ കുഞ്ഞിലെ വാക്സിൻ എടുക്കത്തില്ലേ, വാക്സിൻ എടുക്കുമ്പോഴേക്കും അതിന്റെ ഒരു പവർ നമുക്ക് ലക്ഷണം കാണുകയും ചെയ്യും. പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഹാൻഡ് വാഷിങ്ങും, തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും വാപ്പൊത്തി ചുമയ്ക്കുക. വാപ്പൊത്തി ചുമച്ചാൽ നമ്മൾ നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഒന്നുകിൽ സാനിറ്റൈസർ ചെയ്യുക കൈനെ, ഇല്ലെങ്കിൽ കൈ കഴുകി കളയുക. കാരണം നമ്മൾ തുമ്മുമ്പോഴേക്കും എന്തായാലും വായിൽ എന്തെങ്കിലും പുറത്ത് വരില്ലേ, ശ്വാസമായാലും മറ്റേ തുപ്പലൊക്കെ ആയാലും. അപ്പോഴേക്കും മാക്സിമം കൈ കഴുകാൻ മാക്സിമം ശ്രദ്ധിക്കണം. അഥവാ കുട്ടികളാണെങ്കിൽ എന്നുവെച്ചാൽ നമ്മൾ കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകുമ്പോഴേക്കും 2 കർച്ചീഫ് കൊണ്ടുപോകാൻ പറ്റില്ല, ഒന്ന് ബാഗിൽ വെച്ചിരിക്കുക, ഒന്ന് കയ്യിൽ വെച്ചിരിക്കുക. പക്ഷെ തുമ്മുമ്പോൾ ഒരു ദിവസം ഫുൾ ഒരു കർച്ചീഫ് യൂസ് ചെയ്യുന്നത് അത്ര നല്ലതല്ല. കാരണം നമ്മൾ തുമ്മുന്നത് ആ ബാക്ടീരിയ ഒക്കെ അതിൽ തന്നെ ഇരിക്കും, അത് വേറെ ഒരാളെടുത്ത് അവരുടെ പോകും. അപ്പോഴേക്കും നമ്മൾ ഇവരുടെ ഇത് പറയണം, ഉച്ചയാകുമ്പോഴേക്കും ഇത് അടുത്ത് വെച്ചിട്ട് അടുത്തത് എടുക്കുക. അങ്ങനെയൊക്കെ നമ്മൾ മാക്സിമം നോക്കാം. പിന്നെ ഇത് റുബല്ല IgG ആന്റിബോഡി ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ടെസ്റ്റ് ഉണ്ട്. ഈ ടെസ്റ്റ് ഈ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് എടുക്കുന്നവർക്കും ഈ പ്രീ കൺസെപ്ച്വൽ ചെക്കപ്പ് ചെയ്യുന്നവർക്ക് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ എങ്കിൽ മാത്രം തന്നെ ഇവർക്ക് ഒരു ഫ്യൂച്ചറിൽ ഒരു കെയറിങ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പോസിബിലിറ്റി ഡോക്ടർമാർ കണക്കാക്കത്തുള്ളൂ. അഥവാ അവർക്ക് നെഗറ്റീവ് ആണെങ്കിൽ അവർ ഇത് പോസിറ്റീവ് ആക്കുകയും ചെയ്യും. എന്ന് വെച്ചാൽ ഈ റുബല്ല വൈറസിന്റെ ഒരു കുഞ്ഞു ഇത് നമ്മുടെ ബോഡിയിൽ പ്രശ്നം, പക്ഷെ നമുക്കൊന്നും വരത്തില്ല. അവര് ഡോക്ടർ ആ ട്രീറ്റ്മെന്റിന്റെ സൈഡിൽ അവർ ഇതിനുള്ളത് വേറെ എന്തെങ്കിലും ചെയ്തോളൂ. ഓക്കെ. പിന്നെ മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ, ഈ റുബല്ല വൈറസ് നമ്മൾ കുഞ്ഞിലെ വാക്സിനേഷൻ എടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ വാക്സിനേഷൻ എടുക്കണമെന്ന്. അങ്ങനെ എടുക്കുന്നത് പീരിയഡ്സ് ടൈമിലായിരിക്കും എടുക്കുന്നത്. കാരണം നമ്മൾ ഇങ്ങനെ എടുക്കുന്ന ടൈമിൽ നമ്മൾ ഒരിക്കലും പ്രഗ്നന്റ് ആവാനും പാടില്ല. അതുകൊണ്ട് ഒരു പീരിയഡ്സ് ടൈമിൽ മെയിൻ ആയിട്ടാണ് ആ വാക്സിനേഷൻ എടുക്കുന്നത്. So the above are the discrimination about rubella virus. I hope all of you understand, and thank you. Have a nice day. നന്നായിരുന്നു മാഡം. ഹസീന. Good afternoon, everyone. Respected teacher and my dear friends. Today I am here to present a seminar on a very important health topic, tuberculosis, commonly known as TB. ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അസുഖത്തെക്കുറിച്ചുള്ള സെമിനാറാണ്, ക്ഷയരോഗം അഥവാ TB. Definition: TB is a contagious infection caused by a bacterium called Mycobacterium tuberculosis. Although it mainly attacks the lungs, it can also affect other organs like the kidney or brain. TB എന്ന് പറയുന്ന അസുഖം പരത്തുന്നത് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന ബാക്ടീരിയയാണ്. ഇത് പ്രധാനമായിട്ടും നമ്മുടെ ശ്വാസകോശത്തെയാണ് ബാധിക്കുന്നത്. പിന്നെ നമ്മുടെ ശരീരത്തിൽ തലച്ചോറ്, അതുപോലെ കിഡ്നി, ഇവയെയും ഇത് ബാധിക്കുന്നുണ്ട്. ഈ സിംറ്റംസ് നോക്കാം. How do we recognize TB? The most common symptoms are a persistent cough for more than 3 weeks, chest pain, coughing up blood, fever at night, and sudden weight loss. TB നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയുന്നതെന്ന് ചോദിച്ചാൽ 3 ആഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുക ചുമ, അതുപോലെ നെഞ്ചുവേദന, ചുമക്കുമ്പോൾ രക്തം വരിക,
രാത്രി കാലങ്ങളിലെ പനി, പെട്ടെന്ന് ഭാരം കുറയുക. ഇതൊക്കെ TBയുടെ ലക്ഷണങ്ങളാണ്. ഇനി ഡയഗ്നോസിസ്. ബ്ലഡ് ടെസ്റ്റ്, sputum test and X-ray. When TB bacteria enter the lungs, they create small holes called cavities. This destroys the lungs tissues and makes breathing difficult. TB ബാക്ടീരിയ നമ്മളെ ലങ്സിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അത് നമ്മളെ കോശങ്ങളെ നശിപ്പിച്ച് കളയും. അതുമാത്രമല്ല നമ്മുടെ ലങ്സിൽ ചെറിയ കുഴികൾ പോലെ രൂപപ്പെടും. ഇത് നമുക്ക് ശ്വാസം ബുദ്ധിമുട്ടുള്ളതാക്കി മാറ്റും. If not treated carefully, it can lead to permanent lung damage or even death. നമ്മളിത് കൃത്യമായിട്ട് ചികിത്സിച്ചിട്ടില്ലെങ്കിൽ അത് നമ്മൾക്ക് ശ്വാസകോശത്തിന് സ്ഥിരമായിട്ടുള്ള തകരാറ് സംഭവിക്കാനും മരണം സംഭവിക്കാനും സാധ്യതയുണ്ട്. Spread and treatment. It is spread through the air when an infected person cough or sneeze. However, the good news is that this TB is 100% curable. Through the DOTS treatment, patients can recover fully by taking regular medication for 6 to 9 months. ഇനി പടരുന്നതും ചികിത്സയും. ഇപ്പം അസുഖമുള്ള ഒരാൾ ചുമക്കുകയോ തുമ്മുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് പകരും. എന്നാൽ TB പൂർണ്ണമായിട്ട് നമുക്ക് ചികിത്സിച്ച് മാറ്റാവുന്ന ഒരു അസുഖമാണ്. ഡോട്ട്സ് എന്ന ചികിത്സാ രീതിയിലൂടെയാണ് ഇത് നമുക്ക് മാറ്റാൻ കഴിയുന്നത്. 6 മുതൽ 9 മാസം വരെ കൃത്യമായിട്ട് മരുന്ന് കഴിക്കുകയാണെങ്കിൽ ഈ രോഗത്തെ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാം. വാക്സിനേഷൻ ആൻഡ് പ്രിവെൻഷൻ. ദ മോസ്റ്റ് എഫക്റ്റീവ് വേ ടു പ്രിവെന്റ് TB ഈസ് ത്രൂ വാക്സിനേഷൻ. ദ BCG vaccine is given to infants at birth. It provides strong protection against the surge of TB in children. വാക്സിനേഷനും പ്രതിരോധവും. നമ്മൾ TBയെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾ ജനിച്ച 24 മണിക്കൂറിനുള്ളിലാണ് നമ്മളിത് കൊടുക്കേണ്ടത് BCG. അതുപോലെ തന്നെ BCG കൊടുത്തു കഴിഞ്ഞാൽ TB വന്നു കഴിഞ്ഞാൽ അത് ഗുരുതരമായ അവസ്ഥയിൽ നമ്മളെ പോവാതെ തടയും. Along with the vaccination, we should maintain good hygiene, ensure proper ventilation in our rooms and wear masks if we are near a TB patient. വാക്സിനേഷനൊപ്പം തന്നെ നമ്മൾ നല്ല ശുചിത്വം പാലിക്കണം. അതുപോലെ തന്നെ വീടിനുള്ളിൽ നല്ല വായു സഞ്ചാരം ഉറപ്പാക്കണം. രോഗികളുടെ അടുത്ത് നമ്മൾ ചെല്ലുമ്പോൾ മാസ്ക് ധരിക്കുകയും വേണം. Conclusion. To conclude, early diagnosis and complete treatment are the keys to ending TB. Let's spread awareness and help build TB free world. ചുരുക്കത്തിൽ കൃത്യസമയത്ത് നമ്മൾ രോഗം നിർണ്ണയിക്കുകയും ചികിത്സിക്കുകയും ചെയ്യുകയാണെങ്കിൽ TB നമുക്ക് തടയാൻ കഴിയും. നമുക്ക് ഒരുമിച്ച് ബോധവൽക്കരണം നടത്തി TB ഇല്ലാത്തൊരു ലോകം കെട്ടിപ്പടക്കാനും കഴിയും. Thank you for your time. ഹസീന. ആതിര. Good morning, teacher. Good afternoon, teacher. Good afternoon. Immunity deficiency in children. അത് എടുക്കാൻ പറ്റുമല്ലോ? ആടാ. Okay. Good afternoon, teacher and my dear friends. Today I am going to present a seminar on the topic immunodeficiency in children. The immune system plays an important role in protecting our body infections such as bacteria, virus, and other harmful microorganisms. In some children, the immune system may not function properly. This condition is known as immunodeficiency. A child with a low or weakened immune system often experiences frequent several or long-lasting infections like pneumonia, bronchitis, or recurring ear sinus infections. കുറഞ്ഞതോ ദുർബലമായതോ ആയ പ്രതിരോധ ശേഷിയുള്ള ഒരു കുട്ടിക്ക് സാധാരണയായി ന്യൂമോണിയ, ബ്രോഞ്ചൈറ്റിസ്, വീണ്ടും വീണ്ടും ഉണ്ടാകുന്ന ചെവി അണുബാധകൾ എന്നിവ ദീർഘകാലം നീണ്ടു നിൽക്കപ്പെടുന്നു. Key signs include poor weight gain, growth, persistent fatigue, and slow recovery from illness. പ്രധാന ലക്ഷണങ്ങളിൽ ഭാരം ശരിയായി കൂടാത്തത്, വളർച്ച കുറവ്, സ്ഥിരമായ ക്ഷീണം, രോഗങ്ങളിൽ നിന്നും മടങ്ങി വരാൻ കൂടുതൽ സമയമെടുക്കുന്നത് എന്നിവ. Key indicators of low immunity in children.
കുറഞ്ഞ പ്രതിരോധ ശേഷിയുടെ കാരണങ്ങൾ, ഫ്രീക്വന്റ് ഇൻഫെക്ഷൻ, പതിവായി ഉണ്ടാകുന്ന അണുബാധകൾ, more than 8 to 10 calls per year, persistent ear infection or recurring skin infection, ഒരു വർഷത്തിൽ 8-10 തവണയിൽ കൂടുതൽ ഉണ്ടാകുന്ന പനി, ചെവിയിലെ അണുബാധ, ത്വക്ക് അണുബാധ എന്നിവ. സ്ലോ റിക്കവറി, വളരെ പതുക്കെ ഭേദമാകുന്നത്. ഇൽനസ് ടേക്കൺ മച്ച് ലോങ്ങർ ടു റിസോൾവ് ദാൻ ദി അതർ ചിൽഡ്രൻ, വളരെ പതുക്കെ ഭേദമാകുന്ന രോഗങ്ങൾ ഓർ മറ്റു കുട്ടികളെ അപേക്ഷിച്ച് ഈ കുട്ടികളിൽ കൂടുതൽ നാള് നീണ്ടു നിൽക്കുന്നു. ഗ്രോത്ത് ഇഷ്യൂ, വളർച്ചയിലെ പ്രശ്നങ്ങൾ. പുവർ ഗ്രോത്ത്, ഫെയിലിയർ ടു ഗെയിൻ വെയിറ്റ് ഓർ ഡെവലപ്മെന്റൽ ഡിലേസ്, വളർച്ചയിലെ പ്രശ്നങ്ങൾ, ഭാരം വർദ്ധിക്കാതിരിക്കുക, ശരിയായ വളർച്ചയില്ലാതിരിക്കുക, അല്ലെങ്കിൽ വളർച്ചയിലെ മറ്റു കാലതാമസങ്ങൾ. ഡൈജസ്റ്റീവ് ഇഷ്യൂ, ദഹന പ്രശ്നങ്ങൾ. പെർസിസ്റ്റന്റ് അൺഎക്സ്പ്ലെയിൻഡ് ഡയറിയ ഓർ ക്രോണിക് അബ്ഡോമിനൽ പെയിൻ, സ്ഥിരമായി കാരണം കണ്ടെത്താൻ കഴിയാത്ത അല്ലെങ്കിൽ നിരന്തരമായ വയറുവേദന. കോസസ് ഓഫ് വീക്ക് ലോ ഇമ്മ്യൂണിറ്റി സിസ്റ്റം, പ്രൈമറി ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി, പ്രാഥമിക രോഗപ്രതിരോധ ശേഷി. റെയർ inherited disorders present at birth where the immune system is missing key components. ജനന സമയത്ത് തന്നെ പ്രതിരോധ സംവിധാനത്തിൽ പ്രധാന ഘടകങ്ങളില്ലാത്ത അപൂർവമായ പാരമ്പര്യ രോഗങ്ങൾ, ഗുരുതരമായ സംയോജിത രോഗങ്ങളുടെ ശേഷിക്കുറവ്. സെക്കൻഡറി വീക്ക്നെസ്, ടെമ്പററി റിഡക്ഷൻ കോസസ് ബൈ malnutrition, infections such as mono, measles or treatments like കീമോതെറാപ്പി. പോഷകാഹാരക്കുറവ്, അണുബാധ, മോണോ, മിസൽസ് പോലെ അല്ലെങ്കിൽ കീമോതെറാപ്പി പോലുള്ള ചികിത്സയിലൂടെ ഉണ്ടാകുന്ന കുറവ്. എൻവിയോൺമെന്റൽ ഫാക്ടേഴ്സ്, പാരിസ്ഥിതിക ഘടകങ്ങൾ. ലാക്ക് ഓഫ് സ്ലീപ്പ്, ഹൈ സ്ട്രെസ് എൻവിയോൺമെന്റ് ഓർ പുവർ ഹൈജീൻ, ഉറക്കക്കുറവ്, ഉയർന്ന സ്ട്രെസ് അന്തരീക്ഷം, മോശം ശുചിത്വം. How to improve immunity in kids? Balanced nutrition. Fresh fruits like banana, apple, papaya. Green leafy vegetables. Protein like eggs, dal, chicken, paneer, etc. Nuts and seeds. If age appropriate. കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ കൊടുക്കാം. Curd yogurt, good for good health. Vitamin C, zinc, iron and vitamin D are very important. Keep them hydrated. Water, soaps. Sorry, miss. Keep them hydrated. Water, soup, coconut water. എന്നിവ കൊടുക്കാവുന്നതാണ്. Please avoid sugary drinks. Proper sleep, fixed bedtime routine and no screen 1 hour before sleep. Daily physical activities, outdoor play at least 1 hour daily. Sunlight exposure, morning sun for vitamin D must. Teach hygiene, hand washing before meals, cover mouth while coughing, keep nails trimmed. Vaccinations, keep routine vaccinations up to date, very important for immunity. When to see a doctor? Child gets infections every month. Infections are severe or need repeat antibiotics. Poor weight gain, constant fatigue. Thank you. ഓക്കേടാ, നിങ്ങള് ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ് ഡേറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ഫസ്റ്റ് എയ്ഡ് അല്ലേ മിസ് സ്റ്റാർട്ട് ചെയ്തത്? അല്ല, അശ്വതി മിസ് എടുത്തിട്ടുണ്ടോ ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ് ഡയറ്റ്? ഇല്ല എടുത്തിട്ടില്ല. മിസ് എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് തേർഡ് ചാപ്റ്റർ. ആ ചാപ്റ്ററിൽ നമ്മൾ ന്യൂട്രീഷണൽ നീഡ്സിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും കേട്ടോ. സോ അത്ര ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ എന്തെങ്കിലും ന്യൂട്രീഷൻസോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന എന്താ പറയാ വൈറ്റമിൻ, അങ്ങനെ വൈറ്റമിൻസും മിനറൽസും നമ്മുടെ ബോഡിയിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസുഖങ്ങൾ വരുന്നുണ്ട്. അത് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ആ ഒരു പോർഷൻ പഠിക്കും കേട്ടോ. അൻസീല. ഗുഡ് ആഫ്റ്റർനൂൺ മിസ്. ടോപ്പിക് ഏതാണ്? വൈറൽ കഫ്. ഓക്കെ,
ഞാനിന്നിവിടെ സെമിനാർ അവതരിപ്പിക്കാൻ പോകുന്നത് വൈറൽ കഫിനെ കുറിച്ചാണ്. ഇതിന്റെ ഇൻട്രൊഡക്ഷൻ എന്നത് കുട്ടികൾക്ക് പ്രത്യേകിച്ചും 6 മാസം മുതൽ 3 വയസ്സ് വരെയാണ് ഇത് കണ്ടുവരുന്നത്. ഒരു ശ്വാസകോശ സംബന്ധമായ അസുഖമാണ് വൈറൽ കഫ്. ഇതൊരു വൈറൽ അണുബാധയാണ്. തൊണ്ടയിലും ശ്വാസനാളിയിലും വീക്കം കാരണം ശബ്ദമടയുന്ന ഒരു അവസ്ഥയാണിത്. ഇതിന് പ്രധാനമുണ്ടാകുന്ന കോസസ് ആണ് പ്രധാനമായും പാരാ ഇൻഫ്ലുവൻസ് വൈറസ് ആണ് ഈ കഫിന് കാരണമാകുന്നത്. ഇൻഫ്ലുവൻസ്, RSV, അഡിനോയിഡ് വൈറസ് എന്നിവയും കാരണമാകുന്നുണ്ട്. രോഗബാധിതരായ കുട്ടികളിൽ നിന്നും വായുവിലെ കണങ്ങൾ ഡ്രോപ്പ് വഴിയാണ് ഇത് പകരുന്നത്. ഇതിന് പ്രധാനമായ സിംറ്റംസ് ശക്തമായ കഫം, തുരുമ്പിച്ച ശബ്ദത്തിലുള്ള ചുമ, ഏകദേശം നായ കുരക്കുന്ന പോലത്തെ ചുമ, സ്റ്റിറോയിഡ്, ശ്വാസം എടുക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയ ശബ്ദം, ശ്വാസതടസ്സം, തുമ്മല്, ശബ്ദത്തിന്റെ മാറ്റം, പനി, മൂക്കൊലിപ്പ്. രാത്രിയിലാണ് ഇത് കൂടുതലായിട്ട് ലക്ഷണങ്ങൾ ഉണ്ടാവുക. അപ്പൊ അതിനായിട്ട് രോഗനിർണയം ചെയ്യാനായിട്ട് ലക്ഷണങ്ങൾ പരിശോധിച്ച് ഡോക്ടറെ കാണിച്ചിട്ട് മരുന്ന് കഴിക്കുക. പിന്നെ ഇതിന് എക്സ്റേ അധികം ആവശ്യമുണ്ടാകില്ല. ഇത് നമുക്ക് വീട്ടിൽ തന്നെ കുട്ടികൾക്ക് ചികിത്സ നൽകാവുന്നതാണ്. വീട്ടിലെ പരിചരണത്തിൽ കുട്ടികളെ കൂടുതൽ സമാധാനിപ്പിക്കുക, കുട്ടികളെ കൂടുതൽ കരയിപ്പിക്കാതിരിക്കുക. കരയുമ്പോൾ കുട്ടികൾക്ക് ശ്വാസം മുട്ടൽ കൂടും. പിന്നെ ധാരാളം വെള്ളം കുടിപ്പിക്കുക, ദ്രാവകങ്ങൾ നൽകുക. പിന്നെ മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കുട്ടികൾക്ക് കൊടുക്കുക. പിന്നെ ഡെക്സിമോ തൈറോയിഡിൻ പോലുള്ള സ്റ്റിറോയിഡുകൾ വീക്കം കുറക്കാൻ കാരണമാകുന്നു. പിന്നെ നെബുലൈസർ കഠിനമായ അവസ്ഥയിലും എപ്പിനെഫ്രിൻ എന്ന നെബുലൈസേഷൻ നൽകുക. ഇതിപ്പോഴാണ് ആശുപത്രിയിലേക്ക് പോകേണ്ടത്. ശ്വാസം എടുക്കാൻ വളരെ പ്രയാസം അനുഭവപ്പെടുമ്പോൾ, നീല നിറം കാണപ്പെടുമ്പോൾ, തുടർച്ചയായി ചുമക്കുമ്പോൾ, ഭക്ഷണമോ വെള്ളമോ കുടിക്കാൻ പ്രയാസം കൂടുതൽ വരുമ്പോൾ നമുക്ക് ആശുപത്രിയിലേക്ക് പോകേണ്ടതാണ്. ഇനി മുൻകരുതൽ എടുക്കേണ്ടത് കൈകാലുകൾ ഇടയ്ക്കിടയ്ക്ക് കഴുകുക, രോഗബാധിതരുമായി അടുത്തിടപെടുന്നതും കൂടുതൽ ഒഴിവാക്കുക. അതൊക്കെ കുട്ടികളെ ഇതിൽ നിന്ന് നമുക്ക് സംരക്ഷിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിന്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് വൈറൽ കഫ് സാധാരണമായി 3-5 ദിവസത്തിനുള്ളിൽ മാറുന്ന ഒരു താൽക്കാലിക അസുഖമാണ്. കൃത്യമായ പരിചരണം നമ്മൾ വീട്ടിൽ തന്നെ കുട്ടികൾക്ക് നൽകിയാൽ ഇത് വേഗം അസുഖം സുഖം പ്രാപിക്കുന്നതാണ്. ഇത്രയേ ഉള്ളൂ വൈറൽ കഫിനെ കുറിച്ച്. താങ്ക് യു. സോ നമ്മള് കോമൺ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്ന ചാപ്റ്റർ ഈ ഒരു സെമിനാറോട് കംപ്ലീറ്റ് ആയി. ഞാൻ ഫസ്റ്റ് എയ്ഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, കുറച്ചെടുത്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട് മാം. When is first aid necessary and how? അവിടെ നിന്നിട്ടാണ് മാം. ഇനി സെമിനാർ ചെയ്തവരെപ്പോഴാ പറയണ്ടേ? അടുത്ത സെമിനാറിന്റെ ടോപ്പിക്കിൽ പറഞ്ഞാൽ മതി. അല്ല, ഇനി ഉണ്ടോ മോൻ പ്രസന്റ് ചെയ്യുന്നുണ്ടോ? അല്ല മിസ് ക്ലാസ് എടുത്തോ? അല്ലടാ, ഞാൻ ഉദ്ദേശിച്ചത് ഈ ചാപ്റ്ററിന്റെ സെമിനാർ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ നെക്സ്റ്റ് ചാപ്റ്റർ വരുമ്പോ ആ ചാപ്റ്റർ കഴിയാറാവുമ്പോ അടുത്ത സെമിനാർ തരും. ഓക്കെ, അങ്ങനെയാണ്. അപ്പൊ ആ ടൈമില് എടുക്കാത്തവർ കൂടുതലായിട്ട് എടുക്കാൻ നോക്കാം. കാരണം നീ മിസ്സേ ഇപ്പം ഇതിന്റെ സെമിനാർ കഴിഞ്ഞു, അപ്പൊ ഇത് ഇനി പ്രസന്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇല്ല, ടോപ്പിക് ഇന്നത്തോട് കൂടി കംപ്ലീറ്റ് ആയി. അല്ല, എനിക്ക് നമ്മുടെ ഗ്രൂപ്പില് ഈ ഡിസീസിനെ പറ്റി ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ സെമിനാർ ടോപ്പിക്സിൽ എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാ ഡിസീസും എടുത്തു. അപ്പൊ പ്രത്യേകിച്ച് ഡിസീസ് ഒന്നും കിട്ടാത്തതുകൊണ്ട് ഗ്രോയിങ് പെയിനെ പറ്റി ജസ്റ്റ് ഒരു ഇത് അവയർനെസ് പോലെ നോക്കിയതേ ഉള്ളായിരുന്നു. അപ്പൊ അതിന് നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത സബ്ജക്റ്റിന് ഈ അടുത്ത ചാപ്റ്റർ വരില്ലേ, ഫസ്റ്റ് ഇയർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ സെമിനാർ വരുന്നുണ്ട്. ആ ടൈമില് എടുക്കാൻ പറ്റാത്ത കുട്ടികളുണ്ടല്ലോ, അവര് എടുക്കാൻ നോക്കാൻ. ബാക്കിയുള്ളവരുടെ പേര് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സെമിനാർ എടുത്ത എല്ലാവരുടെ പേര് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. സോ എടുത്തവർക്കും എടുക്കാം. അപ്പൊ അടുത്ത ടോപ്പിക് വരുമ്പോ അങ്ങനെ എല്ലാ ചാപ്റ്ററിൽ നിന്നും ഞാൻ മാക്സിമം സെമിനാർ തരാൻ ശ്രമിക്കാറുണ്ട്. കൂടുതൽ പ്രാവശ്യമൊക്കെ ചിലർ പറഞ്ഞോടാ. ഈ സെമിനാർ പ്രസന്റ് ചെയ്താലല്ലേ നമുക്ക് മാർക്ക് കിട്ടും? എല്ലാ സബ്ജക്റ്റിലും പ്രസന്റ് ചെയ്യണ്ടേ? എല്ലാ കുട്ടികളും പ്രസന്റ് ചെയ്യണം. മാക്സിമം പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കാം. ഈ റെക്കോർഡ് ക്ലാസ് കാണുന്ന കുട്ടികളുണ്ടാവും, അവർക്ക് അത് കമ്പൽസറി. ചില നിങ്ങളത് പ്രിപ്പയർ ആവാണ്. ഇപ്പൊ ഒരു സെമിനാർസ് ഒക്കെ എടുത്ത് ടീച്ചിങ്ങിനോട് എങ്ങനെയാണ് ടീച്ചറായിട്ട് എങ്ങനെ ക്ലാസ് എടുക്കണം എന്നതിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ഒരു ഏകദേശം നിങ്ങളെ ബിൽഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സെമിനാർസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഒരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ ബൂസ്റ്റ് ചെയ്യും. അപ്പൊ ഒരു പ്രാവശ്യം മാത്രം സെമിനാർ എടുക്കണ്ട, എത്ര പ്രാവശ്യം എടുക്കാൻ പറ്റുമോ അത്രയും പ്രാവശ്യം നിങ്ങൾക്ക് സെമിനാർ എടുക്കാനുള്ള അവസരമുണ്ട്.
എടുക്കാത്തവരും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. മാറി നിൽക്കേണ്ട ആരും കേട്ടോ. ഓക്കെ, ലിയ നീനു ഒന്നും എടുത്തിട്ടില്ലല്ലോ. അപ്പൊ നെക്സ്റ്റ് ഫസ്റ്റ് പ്രിഫറൻസ് ലിയക്കും നീനുവിനായിരിക്കും. എഴുതിയിട്ടുണ്ട്, എന്താ പറഞ്ഞിട്ടില്ല. കുഴപ്പമില്ല. ഇപ്പൊ ക്ലാസ് സമയല്ല, കുഴപ്പമില്ല. അതുകൊണ്ടാണ് പോർഷൻ സ്റ്റക്കായി പോകും. അതുകൊണ്ടാണ്, സോറി. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ലിയയും നീനൊക്കെ നെക്സ്റ്റ് ചാപ്റ്റർ എടുക്കുമ്പോൾ നെക്സ്റ്റ് യൂണിറ്റ് സെമിനാർ നിങ്ങൾ എടുക്കാൻ നോക്കുക കേട്ടോ. ഓക്കെ, when is first aid is necessary and how എന്നുള്ള ഒരു പോർഷൻ ആണ് നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിലെ നെക്സ്റ്റ് ടോപ്പിക് ഇനി ഓൾസോ ചെയ്യാം. ഓക്കെ, കീർത്തി ചെയ്യണോ കേട്ടോ. അപ്പോ അത് എത്രാമത്തെ പേജ്? അത് 21 പേജ് നമ്പർ 21 ആണ്. പക്ഷെ ഇന്ന് എടുക്കുന്നില്ല കേട്ടോ ടോപ്പിക്. ഞാൻ അധികം ടൈം ഇല്ല, ഇപ്പൊ തന്നെ ക്ലാസ് കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട് ടൈം. അതുകൊണ്ട് നെക്സ്റ്റ് ക്ലാസ്സിലായിരിക്കും എടുക്കുന്നത്. മിസ് എക്സ്ക്യൂസ് മീ, എന്റെ കംപ്ലീറ്റ് ആയില്ലായിരുന്നു. അത് കുഴപ്പമില്ലല്ലോ അല്ലേ മിസ്? ഇനി കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, ടൈമില്ലല്ലോ. വേറൊരാളെടുത്തെന്ന് തോന്നുന്നുണ്ട്. ഇല്ല, ഓക്കെ ഓക്കെ, സോറി. ആ സമയത്ത് നമുക്ക് ടൈം വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ അതിൽ സ്റ്റക്ക് ആവും. ഇനി ഇപ്പൊ പഠന വൈകല്യങ്ങളെ കുറിച്ച് നമുക്ക് ഇനി ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ ഇനി വരുന്നുണ്ട് കൂടുതൽ ഡിസ്കസ് ചെയ്യാനായിട്ട്. ആ ടൈമിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ മിസ്, താങ്ക് യു. അപ്പൊ താങ്ക് യു ഓൾ. നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ചാപ്റ്റർ മൂവ് ആവും. ഫസ്റ്റ് എയ്ഡിനാണ് നമ്മുടെ ചാപ്റ്റർ പേര്. എല്ലാവരും നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് നമുക്ക് കാണാം. താങ്ക് യു ഓൾ. Thank you, miss. Thank you, miss. സൈൻ ഔട്ട് ആരാ പറയുന്നേ? ഓക്കെ, കുഴപ്പമില്ല. നെക്സ്റ്റ് ക്ലാസ് മുതൽ സൈൻ ഔട്ട് ഒക്കെ ഫോളോ ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ. മിസ് സൈൻ ഔട്ട് പറയട്ടെ? പറഞ്ഞോടാ. ഇന്ന് വളരെ ഭംഗിയായി നമുക്ക് നല്ല രീതിയിൽ ക്ലാസ് എടുത്തു തന്ന നമ്മുടെ അപർണ മിസ്സിനും നല്ല ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് സെമിനാർ അവതരിപ്പിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു. താങ്ക് യു. എല്ലാവരും നല്ല രീതിയിൽ തന്നെ സെമിനാർ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു ഓൾ.